ഹായ് കൂട്ടുകാരെ, ഞാൻ പറഞ്ഞില്ലേ സോപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഞാൻ ഇന്ന് സോപ്പ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് തുളസിയും പനിക്കൂർക്കയും കൂടെ ചേർത്തിട്ടുള്ള സോപ്പാട്ടോ. കുളിക്കുന്ന സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തുളസിയും പനിക്കൂർക്കയും കൂടെ സോപ്പ് ഉണ്ടാക്കാം. അതിൻ്റെയുള്ള സാധനങ്ങൾ കാണിച്ചു തരാവേ. അത് അരച്ച് എടുക്കുന്നത് കാണിക്കാം. പനിക്കൂർക്കൻ്റെ ഇല പൊടിച്ച് കഴുകിയിട്ട് വെച്ചതാണ്. അതിൽ മഴയൊക്കെ അല്ല, അതിൻ്റെ ഇതാട്ടോ ഈ കാണുന്നത്. വേറെ വൃത്തികളൊന്നുമല്ല കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടുള്ള അതിതാണ്. 2 സൈസ് തുളസീൻ്റെ ഇത് പറിച്ചിട്ടുണ്ട്. കൃഷ്ണ തുളസിയും മറ്റേ രാമതുളസിയോ അങ്ങനെ 2 തുളസീൻ്റെ ഉണ്ട്. അത് അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് വേണം സോപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കത് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇടാവേ. മൂക്കാത്ത തണ്ടായതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ഇടുക. അതിൻ്റെ കൂടെ നീരെടുക്കാലോ എന്ന് വെച്ചാൽ. എൻ്റെ മിക്സിയുടെ ചെറിയ ജാറ് കംപ്ലൈൻ്റ് ആയി, അതുകൊണ്ട് വലിയ ജാറിലടിക്കണം. നമുക്കിതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാവേ. ഇത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ്. അപ്പം അത് 1 കിലോ ഉണ്ട്. അത് 1 കിലോ ഫുള്ള് വേണ്ട, ഞാൻ കുറച്ചേ വേണ്ടുള്ളൂ. ഒരാൾ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണേ. 1/2 കിലോ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാണ്. അപ്പം അതിന് മുറിക്കേണ്ട ആവശ്യമില്ല. അത് ഇതാക്കി ഞാൻ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഡബിൾ ബോയിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിക്കാൻ അതിനകത്തേക്ക് സോപ്പ് ചൂട് പിടിച്ച് വരുന്നുള്ളൂ. അപ്പം അത് ഇറക്കി അങ്ങ് വെച്ചാൽ അരിഞ്ഞു വരുന്നു. കുറേശ്ശെ അരിയുന്നേ ഉള്ളൂ. നല്ലപോലെ അരിഞ്ഞ് വന്നിട്ട് വേണം തുളസീൻ്റെയും പെർഫ്യൂംസും പിന്നെ ഇതിൽ ചേർക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സൂളിൻ്റെ അത് പറഞ്ഞ് അതിനകത്ത് ചേർക്കും. പിന്നെ റോസ് വാട്ടർ കുറച്ച് ചേർക്കും. പിന്നെ തുളസീൻ്റെ അരച്ച് വെച്ച നീര് അത് ചേർക്കും. ഞാൻ പനിക്കൂർക്കയും തുളസിയിലയും കൂടെ അരച്ചെടുത്തതിൻ്റെ നീരാണ് ഇത് ചേർക്കാറായി. സോപ്പിൻ്റെ ബേസ് നല്ലപോലെ അലത്തു. പിന്നെ ഇപ്പം നല്ലപോലെ ഇതായി, മൊത്തം ഇതായി. ഇനിയിപ്പോൾ ഇതിലേക്ക് പനിക്കൂർക്കയും തുളസീൻ്റെ നീര് അരച്ച് വെച്ചിട്ടില്ല, അത് ചേർക്കാം. നമുക്കിതായി വെച്ച് കൊടുക്കാം. അരിച്ചു വെച്ചിട്ടെങ്കിലേ അതിൻ്റെ ഇലേൻ്റെയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവില്ല. അത് തന്നെ ഞാൻ വേറെ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ, ഈ പച്ച കളർ മാത്രമേ ഉള്ളൂ. ഞാൻ കളർ അങ്ങനത്തെ ഒന്നും സോപ്പിൽ ചേർക്കാറില്ല. ആ കളർ മാത്രം. തുളസീൻ്റെയും പനിക്കൂർക്കൻ്റെ ഇലേൻ്റെ അരച്ചുള്ള ആ ഒരു നീരിൻ്റെ കളർ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇൻ്റെ ഒരു ക്യാപ്സൂൾ കൂടുതൽ പിടിച്ച് വയ്ക്കാം. ഏകദേശമായി. ഇനിയിപ്പം മോൾഡിലേക്ക് ഒഴിച്ചാൽ മതി. ഒരു ഗുളികയും കൂടെ. ഇതെല്ലാം വിലയാണ്. പക്ഷേ സോപ്പ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും വിലേൻ്റെ കാര്യം പറയുമ്പം ടെൻഷനാണ്. ഇത്രയും വിലയുണ്ടോ എന്നൊക്കെ ചോദിക്കും.
നമുക്ക് പെർഫ്യൂം കൂടി വയ്ക്കാം. ഏകദേശം ഒരു കണക്കാട്ടോ, കൃത്യമായിട്ടൊരളവൊന്നുമില്ലേ. കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർക്കാവേ. അധികം ഒഴിക്കാൻ പറ്റില്ല, അധികം ഒഴിച്ച് കഴിഞ്ഞാൽ സോപ്പ് മറ്റേ പഴം പോലെ പോകും. നമുക്കിത് 2 മോൾഡുണ്ട്. 2 മോൾഡിൻ്റെ ആവശ്യമില്ല, ഒന്ന് മതി. അല്ല, ആവി വറക്കുന്നു. ഇപ്പത്തേക്ക് വെക്കാം. അല്ലേ, ആവി വറക്കുന്നുണ്ട് വീഡിയോയിൽ വയ്ക്കാവേ. നാളെ എടുക്കാൻ പറ്റുള്ളൂ, ഇന്ന് എടുക്കാൻ പറ്റില്ല, നല്ലപോലെ ഉറച്ചിട്ടില്ലെങ്കിൽ. ഒരു സോപ്പ് 100 ഗ്രാം, ഇതിൻ്റെ ഒരു മോൾഡിൽ ഫുൾ ഒരു മോൾഡ് ഒരിത് 100 ഗ്രാം വരും ഒരു സോപ്പ്. ഇനി വയ്ക്കാം. അതേയുണ്ട്, കുറച്ച് വയ്ക്കാൻ സ്ഥലമില്ല, ബാക്കി ഇതിൽ വെച്ചോക്കാം. അപ്പം അതിങ്ങനെ ഒരു കളഞ്ഞില്ലേ ഒരു സോപ്പിനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു പതുക്കെ ഇങ്ങനെ കോരി വയ്ക്കാം. ഇതിൽ കുറച്ച് കുറവ്, അപ്പം ഇതിനകത്ത് നിന്ന് കോരിയിട്ട് ഇതിലേക്ക് വയ്ക്കാം. അപ്പം കറക്റ്റായി. അപ്പം അതങ്ങ് കോരിക്കളയാം, ഇതിലേക്ക് വയ്ക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കടയിൽ നിന്ന് സോപ്പ് വാങ്ങാറില്ല, വീട്ടിൽ തന്നെയാണ്. ഇതാകുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല ആയുർവേദത്തിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ഞങ്ങൾക്കിത്. ഒരു അലർജിയോ അങ്ങനത്തെ ഒന്നുമില്ല. മറ്റുള്ള ചില സോപ്പുകൾ ഉപയോഗിക്കും നമ്മൾ ശരീരത്തിൽ ഒരു വലിച്ചൽ പോലെയൊക്കെ ഉണ്ടാവില്ലേ, ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ വലിച്ചിലൊന്നുമില്ല കേട്ടോ. അടിപൊളിയല്ലേ. ഇനി അടുത്ത് എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ ഒഴിച്ച് വെച്ച സോപ്പാണ്, സോപ്പെടുത്ത് കാണിച്ചു തരാം കേട്ടോ. തുളസിയും പനിക്കൂർക്കയിലേൻ്റെ സോപ്പാട്ടോ. കാണുന്നുണ്ടോ? എൻ്റെ സൈഡിലുള്ള ഒഴിക്കുമ്പോൾ വീഴുന്നില്ലേ, അതാണത്. ഇറങ്ങുന്ന സോപ്പ്. അഞ്ച് 6 സോപ്പ് ഉണ്ടാക്കി. അത്രയും ഉണ്ടാക്കിയിട്ട് ഇത്രയും ആവശ്യക്കാർ പറഞ്ഞുള്ളൂ. കണ്ട സോപ്പ് കണ്ട, അടിപൊളി സോപ്പല്ലേ. ആ പൊടിയൊന്നും വേറെ ഏതാന്ന് വിചാരിക്കണ്ട, അതതിൻ്റെ സൈഡത്തെ പൊടി, അത് തൂത്തെറിഞ്ഞു പോകും. സോപ്പ് അടിപൊളി സോപ്പ്. ഇതാ വെള്ളം ഒഴിച്ചപ്പോൾ ഉള്ള ഇതാണ്.
കുളിക്കുമ്പോൾ അതിൻ്റെ നല്ല പതയുള്ള സോപ്പാ.